2019 അമൂൽ പുത്രൻ എന്ന് രാഹുൽ ഗാന്ധിയെ വിളിക്കുമ്പോൾ 2019 എന്തായിരുന്നു കേരളത്തിൽ നിന്നുണ്ടായ റിസൾട്ട്? 19 സീറ്റുകളാണ് UDF വിജയിച്ചു വന്നത്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കൽ കൈപൊള്ളിയ അനുഭവം LDFനുണ്ട്. പപ്പു എന്ന പ്രയോഗം രാജ്യത്തുടനീളം പ്രചരിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് രാജ്യത്താകമാനം BJP ആണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അൺഫോർച്ചുനേറ്റ് എന്ന് തന്നെ പറയട്ടെ. കാരണം വെച്ചാൽ വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 2019 ശേഷം രാഹുൽ ഗാന്ധി എന്ന ലീഡറുടെ ഒരു വളർച്ച ഇന്ത്യ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഇന്ത്യ വളരെ പക്വമതിയായ ഒരു നേതാവായിട്ടാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നത്. ആ സമയത്ത് പഴയ BJPയുടെ പ്രയോഗം പിൻപറ്റിക്കൊണ്ടൊരു ആക്ഷേപം പിണറായി വിജയനെ പോലെ CPMന്റെ ഏറ്റവും മുതിർന്ന നേതാവ് ഈ അവസരത്തിൽ നടത്തുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. നടന്നു നാടു മുഴുവൻ